2020 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള സഞ്ജു സാംസന്റെ ആ ഒരു ഇന്നിങ്സ് കണ്ടതിന്റെ ആവേശത്തിലാണ് നമ്മളെല്ലാവരും. കുറച്ചുനാൾ മുൻപ് വരെ ഒരുപാട് പരിഹാസങ്ങളും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ട്രോളുകളും ഒക്കെ അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ അദ്ദേഹം നിശബ്ദനായി അതെല്ലാം നേരിട്ടു. തന്റെ ദിവസത്തിനായി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു, കാത്തിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. തന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ, തന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ ഇന്ന് അദ്ദേഹം രാജ്യത്തിന്റെ അഭിമാനമാണ്. നാം വീണ്ടും ഒരു നോമ്പുകാലത്തിലൂടെ കടന്നു പോവുകയാണ്. ശ്ലീവാപാത ചൊല്ലുകയും അത് ആത്മീയമായി ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളാണിവ. അതിൽ ഒന്നാം സ്ഥലത്ത് ഈശോ സമാനമായ ഒരു സിറ്റുവേഷൻ നേരിടുന്നുണ്ട്. താൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ തനിക്ക് നേരെ ഉന്നയിക്കപ്പെടുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ഈശോ. എന്നാൽ അവൻ ഇതെല്ലാം നിശബ്ദനായി സഹിച്ചു. യെശയ്യാ 53:7 പറഞ്ഞതുപോലെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. അവനതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയായിട്ട് മാറ്റി. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും. നാം അറിയാത്ത, നാം ചെയ്യാത്ത കുറ്റങ്ങളും ആരോപണങ്ങളുമൊക്കെ നമുക്ക് നേരെ മറ്റുള്ളവർ ഉന്നയിച്ചേക്കാം. എന്നാൽ അവിടെയെല്ലാം ഈശോയെ പോലെ നിശബ്ദനായി സഹിക്കുവാനും എല്ലാം ദൈവിക പദ്ധതിയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. എല്ലാവർക്കും നല്ലൊരു തപസ്സുകാലം ആശംസിക്കുന്നു.